ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രെൻഡി ടോക്ക് ടൈം. അപ്പൊ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ എന്നൊരു സംശയത്തിലാണ് ഇപ്പൊ ഞാനുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് എന്ന് പറയുമ്പം ഈ എന്താ പറയാ 10-20 സ്ട്രേഞ്ചേഴ്സിനെ ഹൗസിനുള്ളിലാക്കിയിട്ട് പരസ്പരം അറിയാത്ത ആൾക്കാർ തമ്മിലുണ്ടാവുന്ന ഒരു ജീവിതമാണ് ഇവർ കാണിക്കുന്നത് എന്നാണല്ലോ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷേ തെളിവുകൾ വീണ്ടും വീണ്ടും കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവര് തമ്മിൽ പുറത്ത് ഹൗസിന് പുറത്ത് പല രീതിയിലുള്ള കോൺവെർസേഷൻസും ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അത് പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിൽ ഇതുവരെ ആരും തുറന്ന് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇവർ തമ്മിൽ പുറത്തുനിന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ലാതെ ഇല്ല. അപ്പൊ ഇന്നത്തെ നടന്ന ഒരു എപ്പിസോഡിൽ നമുക്ക് അത് എന്താ പറയാ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്ന ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. അതായത് ജാസ്മിനും നോറയും തമ്മിൽ ഒരു കിടിലം ഫൈറ്റ് നടക്കാണ്. അപ്പൊ ഫൈറ്റിന്റെ ഇടയിൽ നോറ പറയാണ് അറിയാണ്ട് വായിന്ന് വന്നയാണോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് വന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ നോറ വായിൽ അറിയാണ്ട് തുറന്ന് പറയുന്നുണ്ട് എന്റെ നമ്പർ എനിക്ക് ആരാ തന്നേന്ന്. അപ്പൊ തന്ന സമയത്ത് പെട്ടെന്ന് ജാസ്മിൻ ഒന്ന് പാനിക് ആവുന്നുണ്ട്. നോറ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് കയറി റസ്മിനും റിയാക്ട് ചെയ്യുന്നുണ്ട്. നോറ നീ ഇപ്പോ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നോറ പറയുന്നുണ്ട് എന്റെ നമ്പര് എന്നെ വിളിക്കാൻ വേണ്ടിട്ട് എന്റെ നമ്പര് ആരാ തന്നേന്ന് പറയാണ്. അപ്പം ജാസ്മിൻ ഒരു പേര് പറയുന്നുണ്ട്, മുന്നാക്ക എന്നതോ പേര് പറയുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് റസ്മിൻ ഇതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നിർത്ത് പുറത്തെ കാര്യങ്ങളല്ല അവള് ചോദിക്കുന്നത്, പുറത്തെ കാര്യങ്ങൾ ഒന്നും സംസാരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് റസ്മിൻ ആണെങ്കിൽ നല്ലതുപോലെ പാനിക് ആവുന്നുണ്ട്. അതിനർത്ഥം ഇവര് 3 പേരും, അതായത് ജാസ്മിൻ, റസ്മിൻ അതുപോലെ മറ്റേ ന്യൂറ, ഇവരെ 3 പേരും പുറത്തുനിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാര്യം വ്യക്തമായിട്ടും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് നമ്മുടെ ജിൻഡോ എന്ന പ്ലെയറിന്റെ ആ ഒരു സ്ഥാനം അവിടെ വ്യക്തമാവുന്നത്. കാര്യം കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള എപ്പിസോഡില് ഈ ഒരു സംസാരം ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും അതുപോലെ റസ്മിൻ ആണ് ഭയങ്കര എന്താ പറയാ വില്ലത്തി എന്നൊക്കെയുള്ള ഒരു മോർണിംഗ് ടാസ്കിനിടയിൽ ജിൻഡോ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തലുകളൊക്കെ സത്യമാക്കുന്ന ഒരു ഞാൻ അന്ന് തന്നെ ആ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇതിൽ നമുക്ക് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന്. അപ്പൊ ഇതുപോലെ തന്നെ ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, അതായത് നമ്പർ തന്നെ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ ജിൻഡോ അവിടെ ഇരുന്ന് ജാർമനിയോട് പറയാണ് കണ്ടില്ലേ അവളിപ്പോ പറഞ്ഞ എന്താന്ന് കേട്ടില്ലേ, അതായത് പുറത്തെ കാര്യമാണ് അവർ സംസാരിച്ചത്, അവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. അപ്പം ജിൻഡോ എന്താ പറയാ പ്രേക്ഷകർക്ക്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജിൻഡോയുടെ ആ ഒരു ശരിയാണ്. ജിൻഡോ ഇന്നത്തെ എപ്പിസോഡിൽ അപ്സരയോട് പറയുന്നുണ്ട് ഈ ഹൗസിലുള്ള എല്ലാ ആൾക്കാരെയും, അതായത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന എല്ലാ ആൾക്കാരെ കുറിച്ചും വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഹൗസിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് എന്താ പറയാ അത് അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ, അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ജിൻഡോ എന്ന ഗെയിമർ പ്രേക്ഷകരോട് കുറച്ച് എന്താ പറയാ നന്മ അല്ലെങ്കിൽ പ്രേക്ഷകരോട് കാണിച്ചൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വെളിപ്പെടുത്തല്. നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്തുവാ, ഇത് പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നതാണ്, ഇതൊന്നും ഒരു ഡ്രാമയല്ല, അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതല്ല, അതൊക്കെ നടക്കുന്നതാണ് എന്നാണല്ലോ ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ്. പക്ഷെ അതല്ല എന്നൊരു തെളിവാണ് ജിൻഡോ ഇന്ന് തന്നിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഇന്ന് മുന്നേയും നമുക്കത് മനസ്സിലായ കാര്യമാണ്. ഇനിയും ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഫസ്റ്റ് തന്നെ രാവിലെ ശ്രീരേഖയാണെങ്കിൽ അടുപ്പിനടുത്ത് നിൽക്കുന്ന സമയത്ത് ഗ്യാസ് കത്തുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം യമുന വന്നേരം യമുനയോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ യമുനയോട് പറഞ്ഞു കഴിയുന്ന സമയത്ത് യമുന അത് കേൾക്കാതെ കുറച്ച് കഴിഞ്ഞാൽ അവര് രണ്ടുപേരും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങ് തിരിച്ചു പോവാണ്. ഗ്യാസ് തീരുന്ന ഒരു വിഷയത്തെ കുറിച്ച് യമുനയോട് മറ്റാരോ വന്ന് ചോദിക്കുമ്പോൾ യമുന പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീരേഖയാണ് പറഞ്ഞത് ഗ്യാസ് തീർന്നെന്നുള്ളൊരു കാര്യം. അപ്പൊ ശ്രീരേഖ അവിടെ കയറിയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ശ്രീരേഖ അവിടെ റിയാക്ട് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്രീരേഖ പറയുന്നൊരു വാദം എന്താന്ന് വെച്ചാല് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം എന്റെ പേരെടുത്തിടുന്നു എന്നൊരു വാദമായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ എന്തോ ആയിക്കോട്ടെ, അവർ തമ്മിൽ കുറച്ച് കലഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവർ കിച്ചൺ ടീമിലാണല്ലോ, ഈ യമുന റാണി ശ്രീരേഖ ടീം എന്ന് പറയുന്നത് ഇപ്പൊ കിച്ചണിലാ ഉള്ളത്. അപ്പം യമുനയാണെങ്കിൽ രാവിലെ തന്നെ പോയി സമരത്തിലിരിക്കുകയാണ്. അതായത് എനിക്ക് കാലുവേദനയാണ്, ഞാൻ ഇന്നൊരു പാചകവും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോർണറിൽ പോയിരിക്കുന്നുണ്ട്. അപ്പൊ ശ്രീരേഖ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്, എനിക്കും കാലുവേദനയാണ് എന്നിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു വിഷയം വീണ്ടും ഉടലെടുക്കുകയാണ്. പക്ഷേ എന്താ പറയാ ശ്രീരേഖയും ഗബ്രിയും ജാസ്മിനും ഇവർ ഒരുമിച്ച് ഇതുപോലെ യമുന റാണിയുടെ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നുണ്ട്.
പിന്നീട് നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ജിൻഡോ ആണ്, ജാൻമണി ആണെങ്കിൽ കീ പവർ ടീമിലുള്ളത് ജിൻഡോ ബാക്കി പരിവാരങ്ങളും ആണല്ലോ. അപ്പൊ ആ ഒരു ജിൻഡോന്റെ ആ ഒരു കീ, പവർ ടീമിലെ ആ ഒരു കീ എന്ന് പറയുന്നത് ജാൻമണി അടിച്ചു മാറ്റുന്നു. അത് തമാശക്ക് ചെയ്തതാണെങ്കിലും ജാൻമണി അടിച്ചു മാറ്റുന്ന ഒരു സംഭവം അവിടെ കാണാൻ സാധിക്കുകയാണ്. പിന്നീട് നമ്മൾ ഇന്നത്തെ ടാസ്കിലോട്ട്, ടാസ്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഗബ്രി ആണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ കിടന്നുറങ്ങുന്നതായിട്ട് ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ പട്ടി കുരയ്ക്കുകയാണ്. അപ്പൊ പട്ടി കുരയ്ക്കുന്ന സമയത്ത് ഗബ്രിക്ക് ഇതുപോലെ പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട്. വളരെ സില്ലി ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് ഗബ്രിക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഗബ്രിക്ക് മാത്രം സില്ലി പണിഷ്മെന്റ്സ് കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ജിൻഡോ അടുത്ത് പറഞ്ഞ സമയത്ത് ജിൻഡോ ക്ലീൻ ചെയ്യണം, പാത്രം കഴുകണം, അങ്ങനെയൊക്കെയുള്ള ടാസ്കും കൊടുക്കും. ഗബ്രി എടുത്ത് നാളെ രാവിലെ ചുരിദാർ ഇട്ടുകൊണ്ട് വരാൻ പറയുന്ന ഒരു സിമ്പിൾ ടാസ്ക് ആണ് കൊടുത്തത്. അത് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഇപ്പൊ സിമ്പിൾ ടാസ്ക് മാത്രം കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ജിൻഡോയുടെ കാര്യം വരുമ്പോൾ ആ ഒരു കാര്യം ആരും അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ കംപ്ലീറ്റ്ലി ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജിൻഡോ ഫാൻ ഗേൾ ഒന്നും അല്ല. പക്ഷേ സ്റ്റിൽ എനിക്ക് അയാളൊരു നല്ല ഗെയിമർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല കുറച്ചൊക്കെ എന്താ പറയാ, ഒരു കുറച്ച് വായിന്ന് കുറെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും വിവരദോഷങ്ങളും പറയുന്നെങ്കിലും കുറെയൊക്കെ എന്താ പറയാ നല്ല ആത്മാർത്ഥതയോടെ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. മറ്റേ ഡ്രാമ കളിക്കുന്ന എന്താ പറയാ, ഒന്നുമില്ലാത്ത എന്തെങ്കിലും എന്ന് പറയുന്നത് പോലെ കുറച്ചെങ്കിലും ഒരു ഇത് എനിക്ക് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് ഒബിയസ്ലി. അപ്പം സംഭവം ഇങ്ങനെ നടക്കണം. അപ്പൊ ഗബ്രി ഉറങ്ങിയ കേസ്. അപ്പൊ ഗബ്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ പകല് കിടന്നുറങ്ങുന്നത്? ഇവന് രാത്രി എന്താണ് പണി? രാത്രി ലൈവിൽ ഇവൻ എന്താണ് പണി എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. അപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു കാര്യം, ഗബ്രി ആണെങ്കിൽ എപ്പോഴും എന്നെ കടിയാണ് കടിയാണ് കടിയാണ്, നീ ഇനി എന്നെ കടിക്കാൻ പാടില്ല, നീ എന്റെ കൈ മുഴുവൻ കടിച്ചു വെച്ചേക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ചന്ത ടീമോട് അവിടെ എന്താണ് കാണിക്കുന്നത്? ശരിയാ, ഓക്കെ, ഞാൻ അവരെ കംപ്ലീറ്റ്ലി കുറ്റം പറയില്ല. കാര്യം അവർ ഗെയിം ഒക്കെ സൂപ്പർ ആയിട്ട്, ഇപ്പൊ ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ഗെയിം ഒക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ മറ്റ് ചില പ്രവൃത്തികൾ അങ്ങോട്ട് മനുഷ്യന്മാർക്ക് ദഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രേക്ഷകരെ കബളിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് ഓക്കെ ഫൈൻ, അവരത് ചെയ്തോട്ടെ. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇത് ഒരു പരിധിയും വിട്ട് അതിനെ എക്സ്ട്രീം ആയിട്ട് പിന്നെ എക്സ്ട്രീം ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പിന്നീട് നമ്മുടെ ഇന്നത്തെ ആ ഒരു കിഡിലൻ ടാസ്കിലേക്ക് വരികയാണെങ്കിൽ, ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ ഫ്ലിപ്പിംഗ് ടാസ്ക് ആയിരിക്കും. അപ്പം കണ്ടസ്റ്റൻസ് ടീമായിട്ട് ഒരു ടേബിളിന്റെ ബാക്കിൽ വന്ന് നിന്നിട്ട് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് അത് സ്റ്റാൻഡിങ് പൊസിഷനിൽ ആരാണോ ഇടുന്നത് അവർക്ക് പോയിട്ട് ഒരു പ്ലേറ്റിൽ കുറെ ഭക്ഷണം ഉണ്ടാവും. ആ ഭക്ഷണം അവർ കഴിച്ച് തീർന്നതിന് ശേഷം അടുത്തംഗം, അതായത് ടീമിലെ അടുത്തംഗം ആ ഒരു ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക എന്നതായിരുന്നു ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ മത്സരാർത്ഥികൾ എല്ലാവരും ഇതുപോലെ ടാസ്ക് കളിക്കാൻ തുടങ്ങി ഏറ്റവും മികച്ചതായിട്ട് അവിടെ പെർഫോമൻസ് നടത്തിയത് അർജുൻ തന്നെയാണ്. അപ്പൊ അർജുൻ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒരൊറ്റ കോഴി മുഴുവൻ എടുത്ത് തിന്നുന്നതും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ മുടിയനും അടിപൊളിയായിട്ട് കളിച്ചു, രണ്ടുപേരും നല്ലതുപോലെ കളിച്ചു. പിന്നെ അത് ശേഷം ഇവര് രണ്ടുപേരും ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഛർദ്ദിക്കാൻ വരുമല്ലോ. അപ്പൊ രണ്ടുപേരും മൂലയിലൊക്കെ പോയിരുന്ന് ഛർദ്ദിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗബ്രിയും നന്നായിട്ട് തന്നെ ഈ ഒരു ഗെയിമിനെ കണ്ടു, ഗബ്രിയും അടിപൊളിയായിട്ട് തന്നെ കളിച്ചു, പറയാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആ ഒരു മത്സരം അവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പവർ ടീമാണ്. ജിൻഡോയും നല്ലതുപോലെ ഒരു ഗെയിം കളിച്ചു. അങ്ങനെ അവർ പവർ ടീമാണ് ഈ ഒരു ടാസ്കിലെ ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ ജയിച്ചത് പവർ ടീമാണ്. അതിനുശേഷം ഒരു സംസാരമൊക്കെ അവിടെ നടത്തുന്നുണ്ട്. കാര്യം ജാൻമണി ആണെങ്കിൽ ടാസ്കിന്റെ ഇടയ്ക്ക് ഈ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അവരെ സാരിയിൽ തട്ടി അതിനെ നിർത്താൻ ശ്രമിച്ചു എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. ഗബ്രിയാണ് അത് പറഞ്ഞത്. അപ്സരയാണ് പോയി ജാൻമണിയോട് ചോദിച്ചത്. അപ്പം ജാൻമണിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കിട്ടിയില്ല എന്നൊരു അവസ്ഥയായിരുന്നു. ചിലപ്പോ എപ്പോ വേണമെങ്കിലും അത് വീഴാം അല്ലെങ്കിൽ വീണൂടാ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആ ഒരു സാധനം ഇരുന്നത്. പക്ഷെ എന്തായാലും ജാൻമണി അവിടെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ജാൻമണി പറയുന്നുണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ലൈവിൽ ചെക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു ഗെയിം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നീട് എന്താ പറയാ, അടുത്തൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കാണ്. അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസില് നിങ്ങൾക്ക് 3 സ്റ്റിക്കേഴ്സ് തരും. അത് 3 സ്റ്റിക്കേഴ്സില് 3 സ്റ്റിക്കറും ആർക്ക് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗസിൽ നിങ്ങൾ നിലനിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും എന്ന് താല്പര്യപ്പെടുന്ന ഒരാള്,
പിന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരാള്, പിന്നെ നിങ്ങൾ അതുപോലെ ടാർഗറ്റ് ചെയ്യുന്ന ഒരാള്. അപ്പൊ ഈ 3 സാധനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കാനായിരിക്കും പറയുന്നത്. അപ്പൊ ജാസ്മിൻ ആദ്യം തന്നെ വന്നിട്ട് ഇതുപോലെ ഗബ്രിക്ക് ഈ പറഞ്ഞ നിലനിർത്തണം എന്ന് താല്പര്യമുള്ള ആള്, ഫേവറിസം കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് ഗബ്രിക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ജാസ്മിൻ ഒരു ഡയലോഗും അടിക്കുന്നുണ്ട്. അതായത് എനിക്ക് കപ്പ് കിട്ടുന്ന സമയത്ത് നീ ഇവിടെ സെക്കൻഡ് ആയിട്ട് വേണം എന്നൊരു വാദമാണ് പറയുന്നത്. പക്ഷെ എനിക്കത് ആ ഒരു ഡയലോഗ് കേട്ട സമയത്ത് എനിക്ക് നല്ലതുപോലെ ചിരി വന്നു. കാര്യം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസ് ജയിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട, അല്ലെങ്കിൽ ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട സീസൺ ആയിരിക്കും ഇതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഒരിക്കലും അതിന് അർഹരല്ല. കാര്യം വെച്ചാൽ ജാസ്മിനെ പോലൊരു മത്സരാർത്ഥി ആ ഒരു ഗെയിമിൽ വിജയിക്കുകയാണെങ്കിൽ അത് ജാസ്മിന്റെ സംസാരം വെച്ചിട്ടാണെങ്കിലും പ്രവർത്തികൾ വെച്ചിട്ടാണെങ്കിലും എന്തോരം ഇറിറ്റേറ്റിംഗ് ആണെന്ന് ലൈവ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റും. ഇത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആ ഒരു ഗെയിമിലേ ഇല്ല. കാര്യം അവരുടെ ഭാഷയാണ് എനിക്ക് കുറെ കൂടെ ദഹിക്കാൻ പറ്റാത്തൊരു സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല മലയാളികളെ ജാസ്മിനെ ജയിപ്പിക്കുമെന്ന്. ഇനി ബിഗ് ബോസിന്റെ പല കളികളും നമുക്കറിയാത്ത കളികൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചിലപ്പോ എനിക്ക് അറിയില്ല എന്താ സംഭവിക്കാന്ന്. ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറഞ്ഞ ഒരു ഷോ ആണോ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ, അതിനുള്ളിൽ പലതും നടക്കാം, എനിക്കറിയില്ല. അപ്പം ജാസ്മിൻ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നോറയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ഇഗ്നോർ ചെയ്യുന്ന ഒരാള് നോറയാണെന്ന് പറയുന്നുണ്ട്. നോറ അതുപോലെ ജാസ്മിനും തിരിച്ചു പണി കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ജാസ്മിനെ ഇഗ്നോർ ചെയ്യുന്നു, ഞാൻ ജാസ്മിന്റെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇഗ്നോർ ചെയ്യുവാണ്. പിന്നീട് ഗബ്രി ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജിൻഡോയാണ്. ജിൻഡോയെ ഇഗ്നോർ ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞത്. കാരണം ജിൻഡോനെ ഇഗ്നോർ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ജിൻഡോ എല്ലാവരും ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ കളിക്കുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടും ഒന്നുപോലും കറക്റ്റ് ആയിട്ട് കൊള്ളാതെ ഒരു വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ എന്നായിരുന്നു ഈ പറഞ്ഞ ഗബ്രിയുടെ വാദം. അപ്പൊ അതിനുശേഷം ജിൻഡോയ്ക്ക് ഒരു ടേൺ കിട്ടുന്ന സമയത്ത് ഇതേ സ്ഥാനത്ത് ഗബ്രിയുടെ പേരാണ് പറയുന്നത്. അതായത് ഗബ്രീനെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നു. കാര്യം ഗബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു കാര്യം. ജിൻഡോയെ കുറിച്ച് ഗബ്രി പറഞ്ഞത് ജിൻഡോ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നു എന്നായിരുന്നു. പക്ഷെ അതേ സാധനം തന്നെ തിരിച്ചിട്ട് ഇവിടെ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത് ആരാണെന്നൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. അത് സത്യമാണ്, പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത് ഓഫ് കോഴ്സ് ഗബ്രിയാണ്. അപ്പൊ ആ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു ബാഡ്ജ് ഇപ്പൊ ഗബ്രിക്ക് കുത്താൻ പോവുകയാണ്. കുത്താൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഗബ്രി പറയുന്നു, പറ്റത്തില്ല, ജിൻഡോ എന്റെ ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ പലരും പറയുന്നുണ്ട് അങ്ങനൊന്നും പറയാൻ പറ്റില്ല, കാര്യം ഇത് ബിഗ് ബോസിന്റെ ഗെയിമാണ്. അപ്പൊ പറഞ്ഞനുസരിച്ച് എല്ലാവരും ചെയ്തതുപോലെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. ഗബ്രി ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. ജിൻഡോ എന്റെ ബോഡി തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊരു കാര്യമാണ് ഗബ്രി പറയുന്നത്. അപ്പൊ ഒരു കള്ളം തന്നെ ഒരു 100 പ്രാവശ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാലും ഒരു കള്ളം സത്യമാവോ? ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി കളിക്കുന്ന ഒരു കളി എന്ന് വെച്ചാല് ജിൻഡോനെ അങ്ങനത്തെ ഒരു എന്താ പറയാ സെക്ഷൽ ഹറാസ്മെന്റോ അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നൊക്കെ പറഞ്ഞ ആരോപണമുണ്ട്. അപ്പം വൃത്തികെട്ട രീതിയിൽ ഗബ്രീനെ തൊടുന്നു അല്ലെങ്കിൽ ഒരു ബാഡ് ടച്ച് ചെയ്യുന്നു എന്നൊരു അർത്ഥത്തിലാണ് ഈ പറഞ്ഞ ഗബ്രി ആണെങ്കിൽ ജിൻഡോയെ കുറിച്ച് പറയുന്നത്. പക്ഷെ അതൊരു അത് ഗബ്രിയുടെ വെറും ഗെയിം സ്ട്രാറ്റജിയാണ്. അതായത് പ്രേക്ഷകർക്കിടയിൽ ജിൻഡോ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഗബ്രി ശ്രമിക്കുന്നത്. എന്തായാലും കളി കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്താ പറയാ ജിൻഡോ അങ്ങനെ ചെയ്യുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഇത്രയും സെലിബ്രിറ്റീസിനെ പേഴ്സണലി ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ഇന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്, ഈ കേരളത്തിലെ സെലിബ്രിറ്റി ട്രെയിനർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്റെ പേരാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ മണ്ടൻ 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 എന്ന് വിളിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ മണ്ടനല്ല. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യുവാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് കളിക്കാനാണ് ഇഷ്ടം. എനിക്കിതുപോലെ നിങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് ആക്രമിക്കുന്ന സമയത്തും എനിക്ക് എന്താ പറയാ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കാനാണ് ഇഷ്ടം എന്ന് ജെൻഡോ പറയുന്നുണ്ട്. അപ്പൊ ജെൻഡോ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഗെയിമർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ശരിയാ, ചില സമയത്ത് വർത്തമാനങ്ങൾ എനിക്കും ഇഷ്ടപ്പെടാറില്ല, ബട്ട് സ്റ്റിൽ അങ്ങനെ. അപ്പം ജിൻഡോ ആ ഒരു ബാഡ്ജ് കുത്തുന്ന സമയത്ത് ഗബ്രി സമ്മതിക്കുന്നില്ല. സമ്മതിക്കാതെ വരുന്ന ഒരു സമയത്ത് ആ ഒരു ആരോപണമാണ്, അതായത് ജിൻഡോ ഒരു മോശം വ്യക്തി അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലാണ് ഗബ്രിയോട് പെരുമാറുന്നത് എന്ന് വീണ്ടും തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രി അവിടെ ആ ഒരു കാര്യം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഗബ്രി നിങ്ങൾ തോറ്റിരിക്കുന്നു. കാര്യം
കാര്യം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട ഒരാൾക്ക് പോലും അതായത് ജിൻഡോ അങ്ങനത്തെ രീതിയിലാണ് ഗബ്രിയോട് പെരുമാറുന്നതെന്ന് തോന്നിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഫേക്ക് ആരോപണമാണെന്ന് 100% വ്യക്തമായിട്ട് പറയാം. അങ്ങനെ അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അത് പറ്റത്തില്ല, ഇത് ബോഡിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം ജിൻഡോ ആണെങ്കിൽ ആ ഒരു ബാഡ്ജ് ഗബ്രിയുടെ നെറ്റിയിൽ ഒട്ടിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ജാസ്മിനും നോറയും തമ്മിലൊന്ന് കോർക്കുന്നുണ്ട്. കോർക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ടാസ്കിനിടയിൽ നോറ പറഞ്ഞാലോ അല്ലെ ജാസ്മിൻ പറഞ്ഞല്ലോ, അതായത് നോറയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജാസ്മിന്റെ കാര്യങ്ങൾ പോയി ഹൗസിൽ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നുള്ള ഒരു കാര്യം. അപ്പൊ നോറ ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പാ പറഞ്ഞു നടന്നേ, നീ ആരാ നിന്നോട് അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പോയിട്ട് റസ്മിനോട് പറയുന്നുണ്ട്, റസ്മിനെ അവള് പറഞ്ഞിട്ടില്ലേ നീ പറയൂ എന്നൊക്കെ പറഞ്ഞ് റസ്മിനോട് ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് റസ്മിൻ ആണെങ്കിൽ ഒന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ നിന്ന് ജാസ്മിൻ പറയുന്നതെന്ന് വെച്ചാല് നോറ പറഞ്ഞിട്ടുണ്ട് എന്നാണ് റസ്മിന്റെ ചിരിയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് ജാസ്മിനൊക്കെ വാദിച്ച് ശ്രമിക്കാൻ നടത്തുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് നോറ പറയുന്നുണ്ട് നിനക്കാണെങ്കിൽ എന്നോട് അസൂയാണ്, അതാണ് ഇതാണ് മറ്റേതാണെന്നെല്ലാം പറഞ്ഞിട്ട് വാദിച്ച് നിൽക്കാനൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല. അതായത് എതിർത്ത് നിൽക്കാനൊന്നും കിട്ടാത്ത സമയത്ത് വായി തോന്നിയതെന്ന് വിളിച്ചു പറയാം, അല്ലെങ്കിൽ അബദ്ധത്തിലാണോ പറഞ്ഞതെന്നും എനിക്കറിയില്ല. പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ജാസ്മിൻ ആരാണ് നിനക്ക് എന്റെ നമ്പർ തന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം. അപ്പൊ ആ ഒരു കാര്യം അവിടെ പിന്നെയും വ്യക്തമാവുകയാണ്, ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ ജാസ്മിൻ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിയേർഡായിട്ട് തോന്നി. നീ തീർന്നു നോറ, നീ തീർന്നു, നീ എന്നെ അവസാനിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ജാൻമണിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിയ സംഭവമാണെന്ന രീതിയിലുള്ള ഒരു വർത്തമാനം, അതേ വർത്തമാനം തന്നെയാണ് ഇന്ന് ഈ പറഞ്ഞ ജാസ്മിൻ കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനുശേഷം ഈ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതിനിടയ്ക്ക് കയറി റസ്മിൻ ബായി ഇടപെടുന്നുണ്ട്. റസ്മിൻ ബായിയും ഇങ്ങനെ ജാസ്മിനും തമ്മിൽ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. റസ്മിൻ ആണെന്നുണ്ടെങ്കിൽ നോറെ പ്രൊട്ടക്ട് ചെയ്താണ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തോ ആയിക്കോട്ടെ. അതിനുശേഷം നോറയാണെങ്കിൽ പോയി കരയുന്നുണ്ട്, എനിക്ക് ക്വിറ്റ് ചെയ്യണം, എനിക്കിത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് പോയി കരഞ്ഞ് ബീച്ച് നോറയുടെ സ്ഥിരം പരിപാടി. പക്ഷെ നോറ ഇതൊക്കെ ഫാൻസിനെ കിട്ടാൻ വേണ്ടി ചെയ്യുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ചിലപ്പോ സങ്കടം വരുന്നത് കൊണ്ട് കരയുമായിരിക്കും. പലരും പറയുന്ന കേൾക്കാം നോറ ഇത് ഗെയിമിന് വേണ്ടിയിട്ടാണ് അങ്ങനെ, പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ജാസ്മിൻ പറയുന്ന പോലെ നോറ കുറച്ച് ഇമോഷണലി വീക്കാണ്. കാര്യം എപ്പോഴും ഇങ്ങനെ കരയുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഇമോഷണലി സ്ട്രോങ് അല്ലാത്ത വ്യക്തികളാണ് ഇടയ്ക്കിടയ്ക്ക് കരയുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഹൗസിന്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന്, ജാസ്മിൻ പറഞ്ഞില്ലേ കപ്പ ജാസ്മിൻ കൊണ്ടുപോകുന്നത്, അപ്പൊ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അത്രയേ ഉള്ളൂ. അതിനു മുന്നേ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സപ്പോർട്ട് ആവശ്യമാണ്. ബൈ ബൈ.